ഇനി ഒരു 3 ദിവസം കൂടി കഴിഞ്ഞാൽ തിരുവോണമാണല്ലോ. അപ്പോൾ ഓണത്തിന് സദ്യ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ ഈ ഉള്ളിത്തീയൽ. ഞാനീ ഉണ്ടാക്കുന്ന സദ്യക്കൊന്നുമല്ലേ, പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ ഉള്ളിത്തീയൽ. ചട്ടിയിൽ ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാൻ 1.5 കപ്പ് തേങ്ങ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുത്തത്. അതിലേക്ക് കറിവേപ്പില, മുളക് പൊടി, മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ച് സ്റ്റവ് ഓഫ് ആക്കിയിട്ട് ഒന്ന് തണക്കാൻ വെക്കുക. അതിനുശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. പിന്നെ അതാ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ബാക്കി ഈ സംഭവങ്ങളെല്ലാം ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിക്കുക. ഞാനൊരു നാരങ്ങ സൈസ് വലുപ്പത്തിലുള്ള പുളിയാണ് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിരുന്നത്. പിന്നെ ഇത് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ പേസ്റ്റ് ആക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുക. ഉള്ളി തീയൽ റെഡിയായി. സംഭവം നല്ല ടേസ്റ്റുമാണ്, എളുപ്പമാണ് കേട്ടോ. വലിയ സംഭവങ്ങളൊന്നും വേണ്ട, ആകെ ഉള്ളി മതി. വെളുത്തുള്ളി, ഇഞ്ചി ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ആവശ്യമില്ല. പക്ഷേ ചോറിൻ്റെ കൂടെ ഉണ്ടല്ലോ അടിപൊളിയാണ്. ചപ്പാത്തിയുടെ കൂടി നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ചൂട് ചോറും ചൂട് ഉള്ളിത്തീയലിൻ്റെ കൂടെ കഴിക്കാൻ കുറച്ച് ട്യൂണ സ്റ്റർ ഫ്രൈയും കൂടിയാണ്. ഞാൻ ട്യൂണ ഇങ്ങനെ എപ്പോഴും ഉണ്ടാക്കുന്നതാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇത് മാത്രം വേണമെങ്കിൽ ഞാൻ വാരി എടുത്ത് കഴിക്കുകയും ചെയ്യും. ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഉള്ളിത്തീയൽ ഈ ഓണത്തിന് സദ്യയ്ക്കൊന്ന് ഉൾപ്പെടുത്തി നോക്കണം. തീർച്ചയായിട്ടും അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.